എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇന്നത്തെ എൻ്റെ ഗോളെന്ന് വെച്ചാൽ ഇങ്ങാണെങ്കിൽ എനിക്ക് അയൺ ആമർ ആവണം. അത് സ്പീഡിലാവണം അയൺ ആമർ. അത് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരുന്ന ക്യാബിൻ്റെ അകത്തോട്ട് പോകണം. രാത്രിയാവണം. ഇന്ന് ചെറിയൊരു വീട് തക്കാലത്തേക്ക് ഉണ്ടാക്കാൻ. ചെറിയൊരു വീട്, പക്ഷെ വീടുണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഇത്രയും സ്ഥലം നേരെ വൃത്തിയാക്കി എടുക്കണം, എന്നാലേ വീടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിൻ്റെ അകത്തൊന്നും ഇല്ല. കുറച്ച് ഇതുണ്ട്, കുറച്ച് ഷാപ്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ട്രീൻ്റെ സാധനമാണത്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ബാക്ക്. ഈ ബാക്ക് എടുത്ത് ഇനി ഓരോ വയ്ക്കാം. ഇത് രാവിലെ ആവണതാണോ രാത്രി ആവണതാണ്? ഇത് രാവിലെ ആയിരുന്നേ, രാത്രി അല്ലേ എന്നത്. ഞാൻ പോയി മൈനിങ് ചെയ്യട്ടെ. ഞാൻ വേഗം ഇറങ്ങി മൈനിങ് ചെയ്യട്ടെ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ കേവിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്വസിക്കണം. ഇന്ന് കുറേ ജീവികളൊക്കെ കാണും അടുത്തുകൊണ്ടാനായിട്ട്. മരമില്ലല്ലോ കയ്യിൽ. വുഡുണ്ടായെന്നാലേ ഇനി നടക്കുമോ. ഇനി വുഡ് മരം വെട്ടാൻ പോകണം, അല്ലാതെ ഇത് കിട്ടൂല. ഇത്രയേ ഉള്ളൂ. ഇനി മൈനിങ്ങിന് പോകണം നേരത്തെ പോലെ. ചെറിയൊരു ലാഗുണ്ട് ഗെയിമിന്, ചെറിയൊരു ലാഗുണ്ട്.
ഇനി കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടായിരുന്നാൽ ഇനി ബാക്കിയും കൂടെ നടക്കുള്ളൂ. ടോർച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് ഇന്ന് വെച്ച് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ക്രീപ്പർ സോംബിയൊക്കെ വന്ന് പിടിച്ചോണ്ട് വന്ന് ക്രീപ്പറാണെങ്കിൽ അടുത്ത് നിന്ന് ഒരു പൊട്ടിത്തെറിച്ച് ചത്തു പോവാം. ഇങ്ങനെ താരോട്ടിറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ താരോട്ടിറങ്ങാൻ പറ്റും. പതുക്കെ ഇങ്ങനെ താരോട്ടിറങ്ങണം. നിൽക്കുന്ന ബ്ലോക്ക് ഒരിക്കലും പൊട്ടിക്കില്ല. എന്നാൽ താഴെ വീണ ചാവും. ചില ബ്ലോക്ക് ഇതുകൊണ്ട് പൊട്ടിക്കാൻ പാടില്ല. ഇതുണ്ട്. ഞാനൊരു ടോർച്ച് വയ്ക്കത്തില്ലെങ്കിൽ ജീവൻ കഴിക്കും. രാത്രി ആവണമെന്ന് എനിക്ക് ഡൗട്ട്. ഇങ്ങ് വീടൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. രാത്രിയായിട്ടാവണമെങ്കിൽ പണിയാവും. അതുകൊണ്ട് ചെറിയൊരു വീട് ഇപ്പം സെറ്റപ്പ് ആക്കാം. ഇങ്ങായിട്ട് ചെറിയൊരു വീട്. അതിന് നമ്മൾ വീടുണ്ടാക്കാൻ കോബിൾ സ്റ്റോൺ എടുക്കണം. കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ താര വയ്ക്കണം. ഇങ്ങനെ താര പ്ലേസ് ചെയ്യുമ്പം അതങ്ങ് ഇരുന്നോളും. ഇതാണ് ചെറിയ എൻ്റെ ഒരു ബേസ്. ഇതിൻ്റെ ഒരു ചെറിയ ബേസാണ്. ഞാൻ വലുത് വയ്ക്കുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് ഉള്ള സാധനം കൊണ്ട് ഞാൻ വയ്ക്കാണ്. എനിക്ക് ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിക്കും. അതാണ് ഇങ്ങനെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറിടാൻ മാത്രം ഇങ്ങനെ ചെറിയ എന്തോ പ്രശ്നമുണ്ട് വീട്ടിന്. ഇപ്പിടിക്കാൻ വീടിൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ ബ്ലോക്ക് വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ സോസേജൊക്കെ വയ്ക്കണം ബ്ലോക്ക് വയ്ക്കുമ്പോൾ. അങ്ങനെ ആരെയും കണ്ടില്ല. ട്രേഡറായിരുന്നത്. ഓക്കെ ലാഗ് പോയിട്ടുണ്ട്. ആ ഫോൺ ഹീറ്റാവുന്നതുകൊണ്ടാണ് ലാഗ് അടിക്കുന്നത്. ഇനി വന്നിട്ട് ഞാൻ ഇപ്പം വെച്ച ഈ ബ്ലോക്ക് പൊട്ടിക്കണം. നമ്മൾ ബ്ലോക്ക് സോസേജ് കണ്ട് പൊട്ടിച്ചില്ലെങ്കിൽ അപ്പോൾ ഇരിക്കുന്ന ബ്ലോക്കെല്ലാം പൊട്ടിപ്പോകും അവസാനം. അതുകൊണ്ട് സോസേജൊക്കെ പൊട്ടിക്കണം. ഓക്കെ അങ്ങനെ ചാടി ബ്ലോക്ക് വെച്ചിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഇത് കെട്ടണം. ഇത്രയും ചെറുത് മതി ഇപ്പം തൽക്കാലത്തേക്കുള്ളൊരു വീട്. ഇനി ഈ കട്ടിലിങ്ങനെ പൊട്ടിച്ചിടക്കണം കയ്യിൽ. നമ്മൾ കട്ടിൽ പൊട്ടിക്കുമ്പം നമ്മൾ റീസ്പോൺ പോവും. നമ്മളാണെങ്കിൽ കട്ടിൽ ഇങ്ങനെ അകത്ത് കൊണ്ടുവരണം. എന്നിട്ട് താഴെ പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ നമ്മളാണെങ്കിൽ റീസ്പോൺ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ചത്ത വേറെ എന്തെങ്കിലും പോകാൻ. ഇന്ന് തന്നെ ഫോണാവും. ഇന്നാണ്
എൻ്റെ ഫോണിലിരിക്കണം. ഓക്കെ, രാത്രിയാവണ്. പോയി കിടന്നുറങ്ങി. ഇനി നമ്മൾ പോയി മരം വെട്ടണം. ഇങ്ങൊരു മരം വെക്കുന്നത്. ഈ മരം നമ്മൾ അങ്ങോട്ട് വെട്ടി കിടക്കണം. ഫുള്ള് മരം വെട്ടി കിടക്കണം, ഫുള്ള്. ഇല്ലെങ്കിൽ അതങ്ങ് തന്നെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും, മരം അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് മരം വെട്ടുമ്പോൾ ഫുള്ള് മരം വെട്ടണം. ഇനി ഫണ്ണസ് എല്ലാം കൈയെടുത്ത് അകത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. ഫണ്ണസ് എടുത്തിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വയ്ക്കണം. എന്നിട്ട് ഫണ്ണസിൻ്റെ അകത്ത് കുറച്ച് ലോഗ് എടുത്ത് വയ്ക്കണം, ലോഗ്. എന്നിട്ട് നമ്മളാണെങ്കിൽ ആ വുഡിനെ അടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പം നമുക്കാണെങ്കിൽ ഇതാ ഇങ്ങനെ കിട്ടും. അതിന് നമ്മളാണെങ്കിൽ എടുത്തിട്ട് ഞാൻ വയ്ക്കും പോലെ ചുറ്റിച്ചിങ്ങനെ കൊണ്ടുവരണം. അപ്പം നമുക്കിങ്ങനത്തെ ഒരു ഡോറ് കിട്ടും. പക്ഷെ ഈ ഡോറ് പോരെ, നമുക്ക് വേറെ ഡോർ ഉണ്ടാക്കാം. നമുക്ക് ഈ ഡോർ വേണ്ടെങ്കിൽ ഇതാ ഇങ്ങ് വോക്ക് ലോഗ് എന്ന് പറയുന്ന ഒരു ലോഗ് നിൽപ്പുണ്ട്, അത് വെട്ടണം. ഓക്കെ, ഞാൻ അങ്ങനെ വോക്ക് ലോഗ് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതാ ഇങ്ങനെ അടുത്ത് വയ്ക്കണം വോക്ക് ലോഗിന്. ചുറ്റിച്ചിങ്ങനെ കൊണ്ടുവരുമ്പം നമുക്ക് 3 കഥ കിട്ടും. നമ്മളാണെങ്കിൽ ഈ കഥൂനെ എടുത്തിട്ടതാ ഇങ്ങനെ കറക്റ്റ് താഴോട്ട് നോക്കി തന്നെ നമ്മൾ വയ്ക്കണം. കഥൂനെ എടുത്തിട്ട് എന്നാലേ ഒരു ഇത് കാണുള്ളൂ. ഇല്ലെങ്കിൽ കഥ വേറെ എങ്ങോട്ടെങ്കിലും ആകാൻ പറ്റും. തുറക്കാൻ വേണ്ടിയിട്ട് അതേ ഒരു ക്ലിക്ക് കൊടുത്താൽ കഥ തുറക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അവസാനം വന്ന കഥൂനെ എടുത്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. നിൽക്കുക നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. എൻ്റെ പേര് ഇതിൻ്റെ പേരാണ് ജസ്റ്റിൽ നമ്മളാണെങ്കിൽ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളതാണ്. നമുക്ക് കിട്ടിയതായി ഈ സാധനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചാൽ നമ്മൾ ചാവുമ്പോൾ നമ്മളെ കയ്യിരിക്കണ എല്ലാം പോണതിൻ്റെ കൂട്ടത്ത് ഇതൊന്നും പോവില്ല. അതുകൊണ്ട് ഇങ്ങനെ അടുത്ത് വയ്ക്കണം സാധനങ്ങൾ. നമുക്കിത് വലിയ ജസ്റ്റ് ആക്കാൻ പറ്റും. അതിന് നമ്മളാണെങ്കിൽ ഏത് ലോഗായാലും നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ അടുത്ത് ചുറ്റിച്ച് കൊണ്ടുവരുമ്പം നമുക്ക് വീണ്ടും ഒരു ജസ്റ്റ് കിട്ടും. നമുക്കാണെങ്കിൽ ഇതിനടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഡബിൾ ജസ്റ്റ് ആവും. അതിനെ നമുക്ക് തുറന്നാൽ കുറച്ചുകൂടെ ഇൻവെൻറ്ററി സ്പേസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.